اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, നമുക്ക് നീ ഖൈർ നൽകണം റഹ്മാൻ, സന്തോഷം നൽകണം റഹ്മാൻ. മരണം വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ ഈമാനോടെ തഖ്വയോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദത്തു നിസാഇൽ ആലമീൻ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയാണ് ഇന്നലെ വിശദീകരിച്ചത്. ലോകത്തുള്ള പെണ്ണിങ്ങളുടെ നേതാവാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ മക്കത്തും മദീനത്തും ഇസ്ലാമിന്റെ ദഅവത്തിന് സാക്ഷിയായെങ്കിൽ അതിലെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കുകയും തൗഫീഖ് കിട്ടിയെങ്കിൽ വലിയ മഹദിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. പരിശുദ്ധമായ മദീനത്തിൽ ഉഹദ് യുദ്ധം നടന്നപ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉഹദിലാണ് യുദ്ധത്തിൽ കൊണ്ട് മദീനത്തെ പുറത്ത് മുട്ടത്. അങ്ങനെ ഉഹദ് പോയപ്പോൾ ഉഹദ് യുദ്ധത്തെ പറ്റിയെല്ലാം വിശദീകരിക്കുക. ഉഹദുൽ മുസ്ലിമീങ്ങൾ ഫസ്റ്റ് വലിയ വിജയം കിട്ടി, പിന്നെ ചെറിയ ഒരു പ്രയാസം കണ്ട്, പിന്നെ മുസ്ലിമീങ്ങൾ വിജയം കണ്ടു. പക്ഷെ അതിലിടക്ക് എല്ലോ സ്വഹാബത്ത് ഷഹീദാവുക. അപ്പൊ അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ട് രണ്ട് ശത്രുക്കൾ ചെല്ലാറ്. അങ്ങനെ ചെന്നാൽ എന്തെങ്കിലും ചെന്നെങ്കിൽ സ്വന്തം നേതാവ് വഫാത്തായിട്ടും ചെന്നപ്പ പിന്നെ മുസ്ലിമീങ്ങൾ തകർന്നു കൊണ്ടാറ് ഓടുറാറ്. അങ്ങനെ ഒരു ഹിക്മത്താണ് ഉണ്ടാക്കിയത്. പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുത്തില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ട് ചെന്നപ്പ വലിയ പ്രയാസമായിട്ട് മദീനത്തെ വരെ പെണ്ണിങ്ങ എല്ലാവരും ഓടിപ്പോയാൽ എന്താണ് വിഷയം അറിയണം. അങ്ങനെ ഒരു സ്ത്രീ ഓടി വന്നിട്ട് കേൾക്കണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിട്ട്. അപ്പൊ അയ്മയുടെ ടീച്ചർ നിങ്ങളെ ബാപ്പ മരിച്ചിരുന്നു യുദ്ധത്തിൽ ഷഹീദായി. അപ്പൊ അയ്മയുടെ ബാപ്പ മക്ക ഭർത്താവ് എല്ലാം യുദ്ധത്തിൽ വന്നതാ. അയ്മന് കിട്ടിയ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടിട്ടാണ്. ഈ മഹബത്ത് ഷൗഖും ചെന്നെങ്കിൽ എന്തിട്ട് ഈ ഉഹദിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിലുള്ള മഹബത്ത് എന്താണ്. അയ്മ വന്നപ്പോ ചെന്നത് നിങ്ങളെ ബാപ്പ മരിച്ചിരുന്നു. അപ്പൊ അയ്മ അധികം ഒരു വിഷയമേ ഇല്ല. അതെന്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിരുന്നു അതൊരു വിഷയമേ ആക്കില്ലായിരുന്നു. പിന്നെ ചെണ്ടാറ് നിങ്ങളെ മാപ്പിള മരിച്ചിരുന്നു. അതും അയ്മക്ക് വിഷയമല്ല. അയ്മ കേൾക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഉണ്ടു. പിന്നെ ഇത് നിങ്ങളെ മക്കം മരിച്ചില്ലാറ്. അപ്പൊ ഇതൊന്നും ആ സ്ത്രീക്ക് വിഷയമേ അല്ല. യഥാർത്ഥത്തിൽ അയ്മയുടെ അവലംബാണ് ബാപ്പ ഭർത്താവ് മക്കാനെല്ലാം ഹൃദയത്തിൽ അട്ടിനിക്കിടക്കെ താഴ്മാറാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിന് മുന്നോട്ട് എന്തോ അല്ല. അയ്മ കേൾക്കിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഉണ്ടോ. അപ്പൊ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ല, സേഫ് ആയിട്ടുണ്ടോ. അയ്മ ചെന്ന് കുല്ലു മുസീബത്തിൻ ബഅദഹു ജലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയാത്തിലുണ്ടായെങ്കിൽ അതിലപ്പുറം വന്ന എല്ലാ മുസീബത്തും നമുക്കതൊരു വിഷയമേ അല്ലെന്നാണ്. അത് ക്ഷമിക്കലാണ് ആ ഉഹദിറ സ്ത്രീ ചൊല്ല്. അതാണ് യഥാർത്ഥത്തിലുള്ള മഹബത്തിന് എന്തിനായിട്ട് ഉഹദ് യുദ്ധത്തെ ಬಗ್ಗೆ മരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാവും. 1400 വർഷത്തെ ഇപ്പറ ജീവിക്കണക്കെത്ത നങ്ങ സ്നേഹം ചെന്നെങ്കിൽ മഹബത്തിൽ ചെന്ന് വേറെ വേറെ അർത്ഥങ്ങൾ വെച്ചാൽ മാറുള്ളതാണ് അടക്കം. അങ്ങനെല്ലാം ഇന്നതാക്കി ഇതാണ് മഹബത്ത്, അങ്ങനെ ആക്കി അതാണ് മഹബത്ത്. അത് മഹബത്തിൽ എത്രമോ കോടി ഇപ്പുറത്തേക്കു യഥാർത്ഥത്തിലുള്ള മഹബത്ത് ഇതാണ്. അപ്പൊ ഇങ്ങനെ ഒരു 100 കണക്കിൽ ചിത്രയ്ക്ക് ഊഹര ಬಗ್ಗೆ മാത്രം ചൊല്ലേ ഞങ്ങളുടെ വിഷയതല്ല. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അന്തജാവുടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തെ എത്ര കണ്ട് സ്നേഹിച്ചാലും ചെന്നു. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടിട്ടുള്ള വിഷയം കിട്ടിയപ്പോ സയ്യിദത്തുന ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ഓടി വന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എല്ലാം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉഹദ് പർവ്വതത്തെ മുട്ട കൊമ്പോട്ടാണ്.
അങ്ങനെ ഒരു പക്ക ഒരു ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെപ്പാട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പോണ്ടു തന്നി കൊമ്പറവ് ചെന്നൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ രക്തം വന്നുകൊണ്ടു ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗായവും പ്രയാസവുമായ യുദ്ധമാണ് ഓതു. മുട്ടല്ലിയുടെ ഒരു ഭാഗം പോയിട്ട് മുഖത്തിൽ ഗായായിട്ട് തലക്ക് ഗായായിട്ട് ഇങ്ങനെ കുറെ പ്രയാസങ്ങളുണ്ട്. രക്തം വന്നപ്പ തന്നി വീട്ടിട്ട് ഈ രക്തത്തെ കൽക്കിയോണ്ടുണ്ട് ഫാത്തിമ വീഴും. അങ്ങനെ കൽക്കുമ്പോ എന്താ ചോര യാറമേ അവിടെ കൊറടി കണ്ടില്ല. വൈമ ചെന്ന് ഇനി തന്നി വീത്തണ്ട ചെന്നിട്ട് അവിടെ പായി ആ പായിനെ കത്തുവാട്ടിട്ട് അതിനെ ഈ കിണറുണ്ടല്ലോ പത്തുവാട്ട് അതിനെയാണ് എന്താക്കുക ഈ ചോര വന്ന ജാഗകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. അങ്ങനെ വെച്ചപ്പോ സഡൻ ചോര അങ്ങ് നിൽക്കും. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉഹദ് യുദ്ധത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിദ്മത്താക്കിയ പെണ്ണാണ് സയ്യിദത്തുന ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ധാരാളം സംഭവങ്ങളും അതിൽപ്പെട്ടതാണ്. ഒരു നാൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഔത്തുൽ സ്വറലാക്കിയിട്ട് വലിയ പ്രയാസപ്പെട്ടിട്ട് കയ്യിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം പൊടിയാക്കിയിട്ട് കൈയെല്ലാം ദുരക്കയില്ല, സൗകര്യങ്ങളില്ല, ഖാദിമില്ല, സേവക്കാരും ഇല്ല. അപ്പൊ ഒരു നാൾ തീരുമാനാക്കിയിട്ട് കുറെ നാൾ ഇങ്ങനെയല്ലേ മക്കത്തും മദീനത്തും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് പോയിട്ട് ഒരു ഖാദിമിനെ ആവശ്യപ്പെടാം, ഒരു പണിക്കാരൻ നമുക്ക് വേണു, സത്ര ഒരു നമുക്ക് സേവക്കിയായിട്ട് ഒരാൾ വേണു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔത്ത് പോകുമ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്. ആയിഷ ബീവിയുടെ ചെത്തി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ആവശ്യമുണ്ടോ? കാരണം കുറെ ആൾമാരെ ഭണ്ടാറല്ല യുദ്ധത്തിൽ കിട്ടിയെങ്കിൽ പല ആൾമാരും കിട്ടുക. അപ്പൊ ആരെങ്കിലും ഒരാളെ നമുക്ക് തരണോ നമ്മൾ ഔത്തുകൊണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ ചോദിച്ചു. അപ്പൊ അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി തോന്നുന്നു ജാവു നേരെ ഔത്തു പോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഔട്ടാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഔത്തു പോയിട്ട് ഖാദിമിന്റെ അടുത്ത് പോയതല്ല. ഇപ്പൊ കേട്ടത് ഒരു സൗകര്യമാണ്, ദുനിയാവോടൊരു സൗകര്യം നമുക്ക് വേണോ. അവർ ദുനിയാവുടെ സൗകര്യം ഇന്നില്ലെങ്കിൽ അതൊരു വലിയ വിഷയത്വം അല്ലാണ്ട് അറിയിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഖാദിം കൊടുത്തെങ്കിൽ അന്ത്യനാൾ വരെ എന്റെ പാവപ്പെട്ട എത്ര സമൂഹങ്ങളിൽ വരുവാറ് അങ്ങനെ ഇപ്പൊ ആറ് ഖാദിം കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും. അത് സ്വന്തം ലൈഫിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കാട്ടിത്തണ്ട്, സ്വന്തം ലൈഫിലൂടെ കാട്ടിക്കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുറെ ഖാദിമീങ്ങളെല്ലാം ഇന്നാണ് ആരെയും വിളിച്ചിട്ട് വന്നതല്ല. നീ നിനക്ക് ഖാദിമാവണം, നീ അതാക്കണം ഇതാക്കണം അങ്ങനെ ചെന്നത് വന്നല്ല. അങ്ങനെ ഇങ്ങനെ പെട്ടതാണ്. രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോ പ്രൊട്ടക്ഷൻ ഇട്ടോണ്ടിരുന്ന സഹാബത്തിനാണ്. അങ്ങനെ ശത്രുക്കളെ എന്ത് അറ്റാക്ക് ആക്കുക ചൊല്ലുകാവുള്ളൂ. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. പക്ഷെ അവസാന നിമിഷം വരെ എന്തോ ആക്കുകയില്ല. എന്തെങ്കിലും അള്ളാഹുടെ സ്പെഷ്യൽ കാവലാണ്. അല്ലാഹു യഅസിമുക മിനന്നാസ് ഖുർആനിലുണ്ട്. നബിയെ ആൾമാരെ ശരീരത്തിൽ നിന്ന് അള്ളാഹുവിനെ പേടിക്കൊണ്ടില്ല. അപ്പൊ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമേ പോയെങ്കിൽ അവിടെ എന്തോ ആക്കോ സാധ്യയില്ല. ചിലപ്പോൾ ശത്രുക്കൾ ബന്ധങ്ങൾ ആക്രമിക്കുകയും മുട്ടുള്ള ആൾമാരെ കണ്ട് അക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ല. അന്യമേക്ക് ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അബൂ ലഹബിന്റെ പെഞ്ഞായി നാൾ മക്കത്തിൽ അവർ ഭയങ്കര അരിസ്റ്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് ഉപ്പതരാണ്, സ്വന്തം കുടുംബമാണ്, ഭയങ്കര ഉപ്പതാണ്. അപ്പൊ അങ്ങനെ ആക്ഷേപിച്ചിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു കുടുംബത്തെ ആക്ഷേപിച്ചിട്ട് ഖുർആൻ ഇറങ്ങി തബ്ബത്തിയത് അബീ ലഹബ്. അപ്പൊ അവള് ഒരു കല്ലെല്ലാം എടുത്തവണ്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിക്കും. അങ്ങനെ പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുട്ട കൊണ്ടുപോകും, കല്ല് പിടിച്ചോണ്ട് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്യമേ ഉണ്ട്. പക്ഷെ അവള് കണ്ടത് അല്ലാഹു മറയിട്ട് കൊടുത്ത കാണ്ടില്ല. അവൾ ചെല്ല മുദമ്മിമൻ അബൈന, ഞങ്ങളെ ദൈവത്തെ ആക്ഷേപിക്കണമെങ്കിൽ നാളല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നമ്മൾ പുട്ട അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പണ്ടേ. പക്ഷെ വന്ന് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടോണ്ടില്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നോണ്ടുള്ള. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുന്നു, പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആൻ വിത്ത് നിങ്ങൾ ഓതിയാറുണ്ടായെങ്കിൽ നിങ്ങളെയും ശത്രുക്കളെയും ഇടയിൽ നിന്ന് ഒരു മര ആക്കടാണ്ട് ഹിജാബാക്കടാം. ശത്രുക്കളിൽ നിന്ന് രക്ഷകളുള്ള പരിഹാരം എന്തിനും കേട്ടെങ്കിൽ അൽ ഖുർആനുൽ അദീം, പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ നേർച്ചയാക്കാം, ഖുർആൻ ഓതാം. അത് ഈ ശത്രു ശല്യങ്ങളിൽ നിന്നുള്ള രക്ഷയാണ്. ഖുർആൻ ഓതിട്ടുണ്ടായെങ്കിൽ മര അവിടെ കണ്ടില്ലേ. അങ്ങനെ ഓൾ അർത്ഥമുണ്ട്. പിന്നെയും അവൾ ചെണ്ടാള് ഇതാ
ഉമ്മു ജമീൽ വന്നിട്ട് ഇതും ചെല്ലണം, അങ്ങനത്തെ വലിയ ആളെ മോളാണ് വന്നത്, നിന്റെ ആളൊട്ടിക്ക് ചെല്ലണോ ചെന്നിട്ടാണ് അവൾ പോണേ. അപ്പൊ ഇവിടെ ഇത്ര മുമ്പിൽ ഇന്നിട്ടും എതിരിൽ ഇന്നിട്ടും സമാധാനങ്ങളെ കണ്ടില്ല. അങ്ങനെ കുറെ പ്രൊഡക്ഷൻ എല്ലാം ഇന്ന്. അപ്പൊ മദീനത്തിൽ ചുറ്റും സ്വഹാബത്തിൽ ചിലപ്പോ ജാവും പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ടിരുന്നാണ്, അങ്ങ് ഉറങ്ങില്ല. ഈ ആയത്ത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി എല്ലാവരും പോകും, ഇനി ആരെ പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമില്ല. അല്ലാഹു യഅസിമുക മിനൻ നാസ്, അല്ലാഹു ജനങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാക്കടാണ്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവ് ഉണ്ടാക്കി കൊടുത്തില്ല എന്താന്ന് ചോദ്യം. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഒരാൾക്ക് ദുനിയാവുടെ സൗകര്യങ്ങൾ ഇല്ലാണ്ടായി ബേജാറാവണമെന്നില്ല, ഉള്ളത് കൊണ്ട് മയ്യാക്കാൻ തൃപ്തിപ്പെടാം, അത് ഏറ്റവും വലിയ ന്യാമത്താണ്, ഉള്ളത് കൊണ്ട് മയ്യാക്കും. ബാക്കിയുള്ള ആൾമാർക്ക് കുറെ ന്യാമത്തുകൾ സന്തോഷങ്ങളെല്ലാം കിട്ടിയിട്ടല്ലേ, നക്ക് കിട്ടിയില്ല എന്നിട്ടും ഒരാളും ബേജാറാവുകയില്ല. ഇവിടെ രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ട് ചെന്ന്, നീ ഇപ്പൊ കേട്ടത് ഒരു ഖാദിമല്ല, ഒരു സേവക്കിയാണ് നിനക്ക് വേണേ, അതിനാട്ടി നല്ലത് ചെത്താറട്ടാണ്, അതിനാട്ടി നല്ലത് എന്തായിട്ടിരിക്കും. ഇപ്പൊ രാത്രി സമയത്ത് പോയിട്ട് എനിക്ക് ചൊന്നോട് കൂടെ അതാണ്. അപ്പൊ ചെത്ത് ഇതാ അവൈത്തുമാ ഇലാ ഫിറാശിമുക്കുമാ, നിനക്ക് നല്ല ഒരു ഗിഫ്റ്റ് ചെന്നെ തന്റെ, അത് നിനക്ക് ഖാദിമുണ്ടാവിടെ എന്തിനാട്ടി നല്ലതാണ്. ഖാദിമുണ്ടാവുമ്പോ ഒന്നുകൂടി സൗകര്യങ്ങൾ കൂടി എന്താവും ചെന്നെങ്കിൽ സൗകര്യങ്ങൾ എത്ര കണ്ടി ആയിട്ട് സ്വാഭാവികം അത്ര കണ്ട് നിങ്ങൾ ബാക്ക് പോകണം. നീന്റെ തൊട്ട് ബാക്ക് പോകേണ്ട മാത്രമല്ല, പഠിച്ചോണ്ട് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും തോർക്കണേ നിന്റെ മറക്കളെ ഞാനത്ത് നമുക്ക് നീ തറവേ തീരാറപ്പേ. അതൊരു കഞ്ഞി കുറിച്ച് ജയിച്ചെങ്കിൽ തൊന്തരയില്ല. അള്ളാഹുടെ ഓർമ്മ കൊണ്ടുണ്ടേ, അള്ളാഹുടെ ഓർമ്മയില്ലാത്ത മന്തി എന്തിക്ക് ബിരിയാണി എന്തിക്ക് അതിനകത്തിയുണ്ട്, അത് ആവശ്യം. അവ അടിച്ചോണ്ടൊട്ടി എപ്പോഴും തോർക്കും, പൈസത്താൻ ചോദിച്ചു എപ്പോഴും തോർക്കണ്ടല്ലേ, അത് റൊട്ടി ഇങ്ങനെ തോർക്കും. നിന്റെ മറപ്പാട്ടിലേക്ക് എത്ത പൈസ നമുക്ക് അകത്യമേ ഇല്ല, അപ്പൊ അത് വേണ്ടേ വേണം. ഇങ്ങനെയാണ് അള്ളാഹുടെ ഒട്ടിക്ക് തോർക്കണേ. ഞാൻ ആ ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ വന്നിട്ട് തോന്നും, അയാൾ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് അയാൾ കണ്ണ് നീര് വന്നു. ഉസ്താദ് 10-15 വർഷമായിട്ട് ഞാൻ കോമത്തിൽ ഞാൻ വിചാരിച്ചത് എവിടെ ഒരു ബോധം ഇല്ലാണ്ട്. പക്ഷെ ഇത് വല്ലാത്തൊരു അഖീദല്ലേ, ഞാൻ ഓർന്നാൽ അള്ളാഹുടെ ಬಗ್ಗೆ ഞാൻ ചെന്നല്ലേ, ഇതൊരു വിശ്വാസം. ഈ വിശ്വാസല്ലേ ഞങ്ങളെ കൽബ് പറഞ്ഞായ ഇപ്പൊ ഞാൻ ഉറപ്പിച്ചൊരു ഉസ്താദ്, ഇതല്ലാത്ത ഒന്നും അകത്തിയില്ല. കാരണം റബ്ബിടെ മറപ്പാട്ടിലെത്ത ഞാടത്തുകളാണ് നക്കിന്നെ, ഞാൻ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന്. പക്ഷേ ഇത് വല്ലാത്തൊരു വിശ്വാസം. അള്ളാഹുടെ മറപ്പാട്ടിലെത്ത ഞാടത്ത് വേണ്ടാണ്ടല്ല ചൊന്ന്, അത് കറക്റ്റാണ്, അതിനകത്തിയില്ല. ആ ചിന്തകൾ ഇതുവരെ ഇന്നത്തെ ചിന്തകളെല്ലാം മാറിപ്പോയിട്ട് ഇല്ലാണ്ടായിപ്പോയിട്ടാണ് അയാൾ ചൊന്നുകൊണ്ടുള്ളൂ. അയാൾ കണ്ണുടെ കരച്ചിൽ വന്നോണ്ടുള്ളൂ. ഞാൻ ചൊന്നത് അള്ളാഹുടെ ಬಗ್ಗೆ ഒരാൾക്ക് നിലപ്പാക്കി കൊടുത്തെന്നോ നല്ലവിടാണ്, അവൻ ഏറ്റവും നല്ല ആളായി മാറുക. പഠിച്ചോണ്ട് വകയാണ് എപ്പോഴും നിലപ്പാക്കണം. ഇത് വെള്ളിയാഴ്ച ഉണ്ടാവട്ടെ, റമദാനിലാവട്ടെ, ഇവൻ എന്തൊരു വിഷയം വേണമെങ്കിൽ അമേരിക്കത്തെ വിഷയം, ലണ്ടന്റെ വിഷയം, എല്ലാ വിഷയവും ഇപ്പാണ്. പക്ഷെ അതുകൊണ്ട് എന്തും ഫായിദയില്ല, ഉപകാരമില്ല. മനുഷ്യൻ നന്നാവും. മനുഷ്യർ കൊടുക്കണ ആത്മീയമായ ഭക്ഷണം, റൂഹാണ് ഭക്ഷണം കൊടുക്കണേ. ബാക്കി ഭക്ഷണമല്ല എവിടെ വേണമെങ്കിൽ കിട്ടു, അന്യെല്ലാം കിട്ടു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഞാൻ നിലപ്പാക്കിക്കൊണ്ടുള്ളത് മനുഷ്യർ ആത്മീയമായ ഭക്ഷണമാണ് കൊടുക്കണേ. ചില പുതിയ ആൾമാർക്കല്ല, പുതിയ ഭാഗക്കാരല്ല എല്ലാം ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം ചെല്ലാം. അപ്പൊ നിങ്ങൾക്ക് ആങ്ങളെ വിഷയിച്ചുള്ളതാവില്ല, നിങ്ങളെ വിഷയിച്ചുള്ളതാവില്ല ചൊന്നിട്ട് കുറെ ആൾമാരെ പ്രസംഗങ്ങൾ കേൾപ്പാട്ടാറ്. ആരായിരുന്നു ഇന്റർനാഷണൽ പ്രഭാഷകന്മാര് പ്രസംഗങ്ങൾ കേൾപ്പാട്ടാറ്. അങ്ങനെ പ്രസംഗത്തിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഒരു ചുക്കില്ല, അതിലെത്തില്ല, നമ്മൾ കുറെ വിഷയങ്ങൾ ചൊല്ലാറല്ലാണ്ട് ഒരു മനുഷ്യരെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന അഴിമോ അങ്ങനെ പ്രഭാഷണത്തിൽ ഇല്ലേയില്ല. അത് കേട്ടവർ ഭൗതികനായി മാറുന്നവർ ജനറൽ മുസ്ലിമായി മാറല്ലാണ്ട് അവരുടെ മനസ്സ് പഠിച്ചോണ്ട് സ്നേഹം കണ്ടില്ല, ഉറപ്പാണ്. അപ്പൊ ഞാൻ ചെന്നത് അള്ളാഹുടെ നിലപ്പാക്കണമെങ്കിൽ പഠിച്ചോണ്ട് വകയ മഹബത്തുണ്ടാക്കണമെങ്കിൽ അഴിമകളാണ് ചൊന്നു കൊടുക്കണേ. ഇവിടെ ദുനിയാവുടെ സൗകര്യങ്ങൾ കേട്ട് വരെ വണ്ടി കേട്ടതല്ല, ഭയങ്കര എന്തോ കേട്ടതല്ല, ഒരു ഹാദിം വേണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ അവൈത്തുമാ ഇലാ ഫിറാശിക്കുമാ, നിങ്ങൾ ഹാദിമരാട്ടി നല്ലത് ഞാൻ ചൊത്തന്നെ. നിങ്ങൾ രണ്ടാളും നിങ്ങളെ വിരിപ്പ് പോയിട്ട് ജാവോ അർഗോ നിങ്ങൾ കൊണ്ടാറില്ല രണ്ടാളും. അപ്പൊ നിങ്ങൾ എന്താക്കണം ഒന്നുണ്ടാ, നിങ്ങൾ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം, 34 അല്ലാഹു അക്ബർ ചൊല്ലണം. അപ്പൊ എത്ര? 100. ഇത് നിങ്ങൾ ചൊല്ലോറോ ഹാദിമരാട്ടി ഹൈർ ചെയ്ത് നല്ലതും ചൊല്ലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഈ ഹദീസ് കേട്ടെങ്കിൽ എത്രമോ ആൺമാർ ചൊല്ലാറ് എന്റെ ലൈഫിൽ ഞാൻ ഇത് തപ്പാട്ടിട്ടേ ഇക്കാലൻ ഇന്നലെ ജാവുന്ന ചൊന്നരമാണെന്നാണ് നിങ്ങൾ ആലോചനാക്കാം.
മറന്നറാൻ ഞാൻ ചൊന്തരേണ്ടി വന്നു. ഇത് ലോകത്തിൽ ഈ ദുനിയാവ് കിട്ടുന്നതായിട്ട് ഏറ്റവും വലിയ ഗിഫ്റ്റ് നമുക്ക് തന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അങ്ങനെ രണ്ടാമത് മാത്രം സീമിതമല്ല. എല്ലാ അന്ത്യനാൾ വരെ ആരല്ല വേണ്ട, എല്ലാവരും വർക്ക് പോകും. ഒട്രാസി പോയിട്ട് പോകണ്ടല്ല, വർക്ക് വന്ന് എത്തിയിട്ടായാലും പിന്നെ അണ്ട പോകണ്ടല്ല, അതിക്ക് മുന്നേ റെഡിയാവണുണ്ടാ ചൊന്നോണ്ടുള്ളു. പിന്നെ എന്നെമാ തെറ്റിട്ട് ചൊല്ലല്ല, എന്നെ നടന്നിട്ട് ചൊല്ലല്ല. നിങ്ങളെ വിരിപ്പ് പോയെങ്കിൽ വിരിപ്പിൽ തെറ്റിട്ട് ചൊല്ലണോണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം. അവിടെ ആയത്തുൽ കുർസി ഓതുകൊണ്ടു, അവിടെ കുറെ ദിക്റിനെ ചൊല്ലുകൊണ്ടു, അങ്ങനെയല്ല ചൊന്നിട്ടാണ് ഒരു മനുഷ്യൻ ഉറങ്ങണായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ അധികാരങ്ങൾ എടുത്ത് ഉറങ്ങടക്കേണ്ട ഒരാൾ അതിൽ മരിച്ചു പോയെങ്കും അള്ളാഹു കൊണ്ട് സ്വീകരിക്കുവാണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതാക്കിയിട്ടല്ലേ ഞാൻ ഉറങ്ങിയത്. അപ്പൊ ഇങ്ങനെ ചൊന്നു നിങ്ങൾക്ക് ദുനിയാവ് കിട്ടുന്നതിനായിട്ട് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഇതൊരിക്കലും എന്റെ ലൈഫിൽ അയാത്തിൽ മറന്നു കൊണ്ടുപോകുക. ഞങ്ങൾ ആത്ത ആൾമാരെല്ലാം ചൊന്നു കൊടുക്കണം. ഉറങ്ങുമ്പോ ഇല്ലാണ്ട് ചൊല്ലണേ. കാതിൽ ഇങ്ങനെ വെച്ചിട്ട് ബന്ധാക്കിട്ട് ഉറപ്പേ അതെല്ലാ സമയത്തും കേട്ടോണ്ടിരിക്കുക. പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ലയിച്ചിട്ട് ഉറങ്ങണ ആൾമാരിക്കിടാ. ഞങ്ങളുടെ ആൾമാരെ നല്ല ആൾമാരിക്കിടാ. അപ്പൊ അവനെല്ലാം എന്തിനാ നഷ്ടാവും? കുറെ ദിക്റ് നഷ്ടാവും, കാര്യങ്ങളെല്ലാം നഷ്ടാവും. അപ്പൊ അങ്ങനെയല്ല, ഉറങ്ങുമ്പോ ഒരു വാത് കേൾക്കണ്ടല്ല, ആ സമയത്ത് ചൊന്നിട്ട് ഉറങ്ങണമെങ്കിൽ കുറെ ദിക്റുണ്ടല്ലോ, അതെല്ലാം മുന്തലാ. ഇനി ഇങ്ങനെ ചൊന്നിട്ട് ലാസ്റ്റ് ആയത്തുൽ കുർസിയിൽ ഓതിട്ട് അങ്ങനെ വർക്ക് പോവാം. അങ്ങനെ വർക്ക് പോകുമ്പോ ഒതുവോടുകൂടെ ഉറങ്ങിക്കുന്ന മനുഷ്യന്റെ റൂഹ് അത് ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ ഇങ്ങനെ പാലിക്കഴിച്ചുകൊണ്ടിരിക്കുകയും അവർ തൗഫീഖെല്ലാം വെച്ചേ കിട്ടണേ. കാരണം എപ്പോ മരിച്ചു പോകും. ഇപ്പൊ ഞാൻ അത്താനോട് ഉറപ്പാ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒട്ടിക്ക് പോയോണ്ടിരുന്ന ഇന്റെ അയാൾ കബറുണ്ടല്ലേ, അവർ മനുഷ്യന്റെ ലൈഫ് അത്രയും ഞാൻ ചൊല്ലുന്നത്. അപ്പൊ ഞാൻ ഒട്ടിക്ക് പോയോണ്ടിരുന്ന ഒട്ടിക്ക് വന്നോണ്ടിരുന്ന, പക്ഷെ ഇന്റെ അയാളെ ഞാൻ പൈത്ത് അയാൾ മരിച്ചിട്ട് കബറിൽ ഉൾക്കൊണ്ടല്ലേ റബ്ബേ, നാളെയും നന്റെയും സ്ഥിതിയിലല്ലേ, നാളെയും സ്ഥിതിയിലല്ലേ. അപ്പൊ ഏത് സമയത്ത് എപ്പോ മരിക്കും ചെല്ലുകാവുള്ള. അതുകൊണ്ട് നല്ല സൽക്കർമ്മങ്ങളാക്കുക, പഠിച്ചോന്റെ ബോധമുണ്ടാവുക. അയിനവാക്കുത്തും നീ എവിടെയെങ്കിലും നിങ്ങളൊട്ടിಗೆ നിങ്ങൾ റബ്ബുള്ള ബോധമാണ് ഒരു മനുഷ്യരുണ്ടാവണം. ആ സമയത്ത് അവൻ എന്ത് തപ്പാക്കില്ല, മോശമായ കാര്യം അവൻ ആക്കണയില്ല. അവൻ പള്ളിയിലായെങ്കിൽ ആക്കില്ല, റോഡിലായെങ്കിൽ ആക്കില്ല, മാർക്കറ്റിലായെങ്കിൽ ആക്കില്ല. എവിടെയും തപ്പായ കാര്യങ്ങൾ അവൻ ആക്കടേ ഇല്ല. മോശമായ സമ്പാദ്യങ്ങൾ അവൻ എടുക്കില്ല, വട്ടി എടുക്കില്ല, തെറ്റുകളിൽ പോലും എപ്പ ഈ ചിന്തയിൽ നിന്ന് മാത്രം. ഏത് ഓഹോമാക്കും അയിനമാക്കും ചെന്തല്ലേ, നിങ്ങൾ എവിടെയും നിന്ന് മാറുള്ള നിങ്ങളൊട്ടി CC ക്യാമറ ഉണ്ടോണ്ടല്ല, നിങ്ങൾ റബ്ബ് നിങ്ങളൊട്ടിയുള്ള ഈ ബോധം ഖുർആനാണ് ചൊല്ലുന്നത്. ഇത് നല്ലൊട്ടി ഉണ്ടോണ്ടായെങ്കിൽ നാട് തെറ്റുകളാക്കില്ല. അതിന് ഞാൻ എപ്പോഴും ചൊല്ലി നിങ്ങൾ പള്ളിയിൽ കുറെ നിസ്കരിച്ചിട്ട് കുറെ നോമ്പെടുത്തിട്ട് കുറെ ഖുർആൻ ഓതി പോയിട്ട് അപ്പുറം പോകുമ്പോൾ എന്റെ ലൈഫ് ഉൾട്ടായെങ്കിൽ പള്ളിയിൽ ഉൾക്കൊള്ളുന്നത് ഉൾട്ടായി പുറത്തുള്ളതുകൊണ്ട് ഉൾട്ടായിട്ടുണ്ടായെങ്കിൽ പഠിച്ചോളത് വലിയ സ്വീകരിക്കോ പറ്റിയ വിഷയമല്ല. കാരണം പഠിച്ചോളൂ ഇതെന്തിങ്ങനെ കുറെ തകർത്തിയില്ല. പഠിച്ചോളൂ വേണം, ഞാൻ നല്ലായിട്ട് അവിടെ ഒന്നും കിട്ടും. ഇതാണ് അള്ളാഹു വേണം. ഈ ബോധമാണ് ഒരു മനുഷ്യന് വേണേ. എഴുത്തൊരാഴ്ചത്ത് പൈസ ഇങ്ങനെ കൊടുത്തിട്ട് എന്താക്കടാറ്, പൈസ കൊടുക്കൂടെ, ഒരു 10 lakh 20 lakh കൊടുത്തിട്ടു നിങ്ങൾ ഇത്ര പൈസ എടുക്കടാറ്. ഞാൻ പലപ്പോഴും അത് തെറ്റാണെന്ന് തോന്നുന്നത്. അപ്പൊ അവിടെ ഒരാൾ ചെന്ന് അത് വേറെ ഒരാൾ ഇങ്ങനെ ചെന്ന് ഉസ്താദ് ചെന്നുകൊണ്ട് ഞാൻ അങ്ങനെ ചെന്നിട്ട് എന്തില്ല, അത് ഇങ്ങനെ ചൊന്നെ പിടിച്ചിട്ട് അങ്ങനെ പിടിച്ചേക്ക് ഓടെ വെച്ചാവാവില്ലേ, അവിടെ ചെല്ലവാവിടെ അയാൾ ചൊന്നുണ്ട്, അയാൾ അങ്ങനെ ചൊന്നിട്ടില്ല എന്തൊരു ബന്ധുണ്ടാകും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം കട തന്നെ, നിങ്ങൾ ഞാൻ 10 lakh കട തന്നപ്പ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ 10 lakh കട നമുക്ക് തിരിച്ചു തണ്ടാണ്. അങ്ങനെ തിരിച്ചു തരുമ്പോ നിങ്ങൾ തന്നെ ആറോ പൈസ തറ സുന്നത്താണ് നിങ്ങൾക്കത് അർത്ഥമായിട്ടാ. കാരണം ഞാനൊരു വലിയ ഒരു ഉപകാരമല്ല നിങ്ങൾക്ക് ആക്കി. ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ കുടുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് 10 lakh ഞാൻ തന്നെ തിരിച്ചു തരുമ്പോ ഇയാളൊരു 10 lakh തന്നിട്ട് ഒരു 10,000 അയാളെ തന്നിട്ട് പേരില്ല. അത് വണ്ടി എന്തുകൊണ്ടും അത് അയാളെ നല്ല മനസ്സാണ്. തിരിച്ചു തരുമ്പോ അയാൾ അങ്ങനെ തന്നിട്ട്. പക്ഷെ ഞാൻ 10 lakh തരുമ്പോ എത്ര വെക്കോതീറ തിരിച്ചു തരുമ്പോ 10,000 തരണം. അങ്ങനെ കൊടുക്കുന്നത് എത്ര മാറുമാറുള്ള 5 വക്ത് നിസ്കരിക്കുന്ന ജമാഅത്തായി നിസ്കരിക്കുന്ന താൽമാറടക്കം ഈ ചൊന്ന വിഷയത്തിലുള്ള ഏതൊരു 10 lakh കൊടുക്കണേ തിരിച്ചു തരുമ്പോ ഇത്ര തരണോ. അതുകൊണ്ട് എന്താണ് ഉപകാരം? നിസ്കാരം ലാഭാവും. അങ്ങനല്ല. ഒരാൾ ഇപ്പൊ അടുത്ത് ചെന്നൊടുത്താൽ ഹജ്ജിക്കെല്ലാം പോയിട്ട് പറഞ്ഞെങ്കിൽ പിന്നെ ഇന്റെ ബന്ധത്തിലാവുക അവിടെ ഉണ്ടല്ല രീതിയിൽ പഠിച്ചേ. അപ്പൊ അങ്ങനെ അവപോലെ സ്വർണ്ണുണ്ടോ അങ്ങനത്തെ ഹജ്ജാവണം. അപ്പൊ ഹജ്ജെല്ലാം സുമാറാക്കി വന്നിട്ട് ഇയാൾ വട്ടി പൈസ കൊടുക്കണമെങ്കിൽ ആളാണ്. ഒരാൾ കുത്തു അയാളോട്ട് ഈ ചൊന്ന അനുഭവമാണ് ചെന്നത് കളവന്തല്ലേ. അങ്ങനെ ജനം നല്ല ഹജ്ജായിട്ട് വന്ന് പിന്നെ
കട കൊടുക്കുമ്പോ എക്സ്ട്രാ തരണോട്ടുള്ള നിബന്ധനകളാണ് കൊടുക്കുക. ഇയാളെ സ്വറാത്ത് ഇപ്പൊ ജന്മൂന്ന് അഞ്ചെല്ലായിട്ട് വരുമ്പോ പിന്നെ ഏതായാലും ആയിരത്തഞ്ച് അരീതെല്ലാം കാണാൻ പാടുണ്ടല്ലോ. ഏത് 2 വ്യക്തികളാവ് കൂടെ പോലെ അവിടെ ആചാരം സ്വന്തം അങ്ങനെ വന്നപ്പോ കട കേൾക്കും. ഇയാൾ എപ്പം പോകുമ്പോ പോലെ പോയിട്ട് അപ്പൊ ഈ കട കൊടുത്തോണ്ടില്ല, പൈസ ഇയാളോട്ടി കട കൊടുക്കും. പിന്നെയും കേക്ക് കൊടുക്കില്ല. അല്ലാതെ ആളെ കൊടിത്തറാന്നാ തറമ്പോ അങ്ങനെ നീ ചെല്ലണ്ടേ. ഇത് ആ പോയാള് ചെന്ന അനുഭവമാണ് ചെന്ന് അങ്ങനെ നീ ചെല്ലണ്ടേ. അത് ഈ കുറി നീങ്ങ വിചാരിച്ച പോലെ ഞങ്ങൾ വിചാരിച്ച പോലെ എന്തോ ആയില്ല. കേട്ടോ അച്ഛൻ്റെ പൈസ അല്ലേ ആറായിട്ട് പണ്ടത്തെ പോലെ നേരെ കേൾക്കുക അവിടെ ഇപ്പം അയ്യോ നീ ഇങ്ങനെ ചെല്ലണ്ടേ. അപ്പൊ ഇത് പഠിച്ചോണ്ട് മങ്കാക്കടേന്ന് ചൊല്ലി പഠിച്ചോണ്ട് മങ്കാക്കാർക്കും സാധ്യം, പഠിച്ചോണ്ട് മങ്കാക്ക ആർക്കും സാധ്യമേ അല്ല. അപ്പൊ ഞാൻ ചെന്നത് ഒരാൾ 10 ലാക്ക് കൊടുത്തു കട കൊടുത്തിട്ടാകുമ്പോ തിരിച്ചു തരുമ്പോ നിങ്ങളെ സ്വതഹ മനസ്സിൽ ഇച്ചൽ അയാളത്തിന്റെ ആറാ പൈസ കൊടുക്കാൻ സുന്നത്താണ്. ഇത് ഞാൻ ചൊന്നത് ഇതിനെ പിടിച്ചിട്ട് എന്താ അതങ്ങനെ ചൊന്നതല്ല. അപ്പൊ 10 ലാക്ക് 20 ലാക്കെല്ലാം ഒഴിവാട്ട് കൊടുത്തു. അപ്പോ തിരിച്ചിട്ട് ഏതായാലും 10 ലാക്ക് തണ്ട തിരിച്ചു തരുമ്പോ യാറോ തന്നെ അതിപ്പോ നിങ്ങൾ തന്നോണ്ടിരിക്കട്ടെ യാറാ ഇതെല്ലാം മസാല ഉണ്ടാക്കട്ടെ ചൊല്ലി ഇങ്ങനെയല്ല കൂട്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കടായിരുന്നു. അവിടെ കൊടുക്കൂടെ കടച്ചോണ്ട വന്നോളൂ പോയിട്ട് ഏതേനി ഞാൻ അങ്ങനെ കൊടുക്കുക കട കൊടുത്തോണ്ടിരിക്കട്ടെ എന്തെങ്കിലും ഓണ് കൊത്തുണ്ട് 300 തരമോ 10,000 തന്നോണ്ടിരുന്ന ഇനി എപ്പോ കട കൊടുക്കണേ സാർ എന്തേ ഓണ് കൊത്തുണ്ട് തിരിച്ചു തരുമ്പോ ഇത്തരം കിട്ടും. ഇതെല്ലാം എന്റെ നീയത്ത് എന്റെ റബ്ബു കൊത്താവും. ദുനിയാവിടെ ആൾമാർ കൊത്തായില്ലെങ്കിലും ഈ ചിന്ത കൊണ്ടുണ്ടായി ഒരു മസല ഉണ്ടാക്കും കൊണ്ടേ എന്റെ ആൾമാർ ഇങ്ങനെല്ലാം ചെന്നിട്ട് ഒപ്പുവാക്കുവാറ്. പക്ഷേ ഒരു ചെക്ക് പോസ്റ്റിൽ ഒരാൾ മുന്നുള്ള നിക്കോണല്ലേ, അത് വല്ലാത്തൊരു രാജാവല്ലേ, അവന് എല്ലാം കൊത്തവിടല്ലേ. ഞാൻ ആക്കിയെങ്കത്തെ ഏറ്റവും സെറ്റ് ഒരു സോഫ്റ്റ്വെയറിൽ റെഡിയായിട്ടിരിക്കട്. അത് ഒരിക്കലും അത് ഒതുർത്തിരക്കത്തെ സോഫ്റ്റ്വെയർ അല്ല. അത് പിന്നെ മോശമായി പോണ്ടെങ്കത്തെ വാലിഡിറ്റി കുറഞ്ഞു പോണ്ടെങ്കത്തെ സോഫ്റ്റ്വെയർ അല്ല. അതെല്ലാം അവിടെ റെഡിയാണ്. അങ്ങനെ പോയി നോക്കുമ്പോ സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വാദന ഓദറ മാലിഹാദൽ കിതാബിൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പഠിച്ചോനെ ഇത് വല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആയി പോയിട്ടല്ല റബ്ബേ. ദുനിയാവിൽ എന്തെല്ലാം ന്യായങ്ങൾ മസാലകൾ ചൊന്നിട്ട് നാം എന്നെ വമ്പായിട്ടിരുന്നല്ല റബ്ബേ. ഇതൂടെ പ്രിന്റ് ആയിട്ടോണ്ട് കയ്യിലെടുത്ത് കൊടുക്കണോ, പ്രിന്റ് എടുത്ത് കൊടുക്കൂടെ. ഇതാ നോക്കൂ ഇന്ന റെഡിയാക്കി വെച്ചിരുന്നാണ് ഇതെല്ലാം എല്ലാം കൊടുക്കുമ്പോ അതിന് ഏറ്റവും സെറ്റുണ്ടു. എതിരിലുള്ളത് ആരാണ്? അത് ഖഹാറായ ജബ്ബാറായ അല്ലാഹു ആണ്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. പൈസ കൊടുത്തിട്ട് ബച്ചാവാവുല്ലേ, അവൻ ബച്ചാവാക്കുക അവൻ ബച്ചാവാക്കുക മസല ചൊന്തന്നോണുള്ള 10 ഒട്ടിയെ ചൊന്നിട്ട് നക്കറേനായ മസല കിട്ടിയില്ലേ പോണെന്നാമത്തെ ആളെ പെട്ടെന്ന് പോണ്ടേ അയാൾ ചൊന്നു കൊടുക്കൂ. അയാൾ പൈസ കിട്ടിയില്ലേ അയാൾ വേറെ മസാല ചൊന്നു കൊടുക്കൂ. അങ്ങനെ ചൊന്നു കൊടുത്തുന്ന നമുക്ക് വലിയ സമാധാനമായിട്ട് അയാളും അവിടെ തന്നെ ബച്ചാവാക്കുക കൊണ്ടില്ലേ. അവിടെ ഞാൻ ചൊല്ലി വല്ലാത്തൊരു കിതാബായി പോയിട്ടല്ല റബ്ബേ. പ്രിന്റ് എടുത്തിട്ട് തന്നോട്ടുള്ള എന്റെ കൈക്ക് എങ്ങനെ ഞാൻ ബച്ചാവാവും? അതുകൊണ്ടാണ് ചൊല്ല ആര് എന്ത് ചൊന്നെങ്കിലും നന്റെ റബ്ബ് കണ്ടുകൊണ്ടുള്ള ഔണീത് കൊത്താവുകൊണ്ടുള്ള ബോധമാണ് ഒരു മുഅ്മിനായ മുസ്ലിമായ ആളെ കൽബ് പറഞ്ഞേ. അവൻ പിന്നെ തെല്ല് നിസ്കരിച്ചമ്മയോ, അവൻ പിന്നെ തെല്ല് നോമ്പെടുത്തമ്മയോ. ഇവിടെ ഞാൻ 6 വർഷം ക്ലാസ് എടുത്തിട്ട് 6 ഒട്ടി 1000 കാലം നിസ്കരിക്കണം ഞാൻ ചൊന്നിട്ടില്ല. എന്റെ ഒട്ടിയും ചോദിട്ടുണ്ട്. ഞങ്ങൾക്ക് പുരുഷത്തില്ല. വേറെ കുറെ അഹമായ പണിയിലുണ്ട്, പ്രധാനപ്പെട്ട പണിയിലുണ്ടല്ലേ. ഒരാൾ ഒരു എൽമു ചൊന്നു കൊടുക്കും 40 മിനിറ്റ് ഞാൻ അവിടെ എൽമു ചൊല്ലു കൊടുക്കും. ഇത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ സ്വതന്ത്രയാണ്. ഇതിന്റെ പേരിൽ ജാവന്റെ തറാവീഹിനൊക്കെ വൈദ്യം പേരിക്കാം എങ്കിൽ അതൊരു നഷ്ടം അല്ലാണ്ട് പേരിക്കുന്ന ആളാണെന്നാണ്. എന്തുകൊണ്ടും കാരണം ലോകത്തെ ഏറ്റവും വലിയ അമൽ പഠിപ്പാട്ടലും പഠിപ്പിക്കലും പഠിക്കലുമാണ്. പഠിപ്പാട്ടിയത് ചെയ്യുന്ന റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം. മുതാലിമീങ്ങും വേണോ, പഠിക്കുന്ന ആൾമാർക്കും വേണം, സ്റ്റുഡൻസും വേണം, എല്ലാ ആൾമാർക്കും വേണായ ചിന്ത റബ്ബുടെ ചിന്തയാണ്, അള്ളാഹുടെ ചിന്തയാണ്. ഇന്നലെ ഒരു മെസ്സേജ് ആക്കിയിട്ടുണ്ട് നമുക്ക്. കുറെ സ്റ്റുഡൻസ് അല്ലാത്ത ആൾമാരുടെ കയ്യിൽ മൊബൈലുണ്ട്, പ്രേമാണ്, ഭ്രാന്താണ്, ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു ലോകം മോശമായ അഡിക്റ്റാണ്. ചൊന്നിട്ടു ബേജാറായി പോയിട്ട് കരഞ്ഞു പോയിട്ട് ഭയങ്കരമായ ഒരു മെസ്സേജാണ്. പക്ഷെ അവിടെ അങ്ങനെയല്ല. നന്നാക്കോ ആർക്കും സാധ്യത, നക്കും സാധ്യത, നിങ്ങളും സാധ്യത, ഞങ്ങൾ ആരും നന്നാക്കോ പിന്നോർത്തോ സാധ്യത സാധ്യ. അവിടെ അങ്ങനെ ഞങ്ങളുടെ കൽബിലുള്ള ഈ ചിന്ത റബ്ബുള്ള പഠിച്ചോമുള്ള അള്ളാഹു കൊത്താവും ഇതും വന്നെ മാത്രമാണ് സമാവിടെ. അങ്ങനെ ആ അള്ളാഹുന്റെ ചിന്ത പേര് കേട്ടപ്പോ വ്യഭിചാരത്തിൽ വെച്ചാൽ മറിച്ചോടില്ല. എന്തുകൊണ്ടാണ്? CC ക്യാമറ എന്തില്ല. ഒരു പെണ്ണ് കിട്ടുന്നോണ്ട് വേനായിട്ട് രാത്രിയും പകരം അധ്വാനിച്ച കേട്ട ഒരാൾ സ്വന്തം എളാപ്പട മോളാണ്, സുന്ദരിയാണ്. അത് വലിയ സംഭവമാണ്. കുറെ വിഷയങ്ങൾ അതിലുണ്ട്.
അവൾ നക്ക് കിട്ടണോ, അവളുമായി വ്യവചരിക്കണോ, ഹറാമായ ബന്ധത്തിൽ ഏർപ്പെടണോ ചെന്നിട്ടും ജാവുമ്പോഴും അധ്വാനിച്ചെത്ത ഒരാൾ, അവൾ നല്ല പെണ്ണാണ്, കിട്ടില്ല. അങ്ങനെ ഒരു നാൾ അവൾക്ക് ദാരിദ്ര്യം പത്ത് ഹദീസിലുള്ളതാണ്. ദാരിദ്ര്യം വന്ന പോന്റെ കയ്യിൽ പൈസ കൊണ്ടു, ആരുടെ കയ്യിൽ പൈസയില്ല. പിന്നെ അവൾ കുടുങ്ങിയ ഓന്റെ മുട്ട ഭരണമായി വന്ന് അവൻ കൊടുക്കൂടെ എത്ര വേണേ തന്റെ, പക്ഷേ എന്റെ ആവശ്യം നിർവഹണാക്കി തരണോ. പെണ്ണ് കുടുങ്ങിയിട്ട് അങ്ങ് ഒപ്പിപ്പോയ. അങ്ങനെ വ്യഭിചാരത്തിൽ രക്ഷയ്ക്കെത്താൻ അവസാന സെക്കൻഡ് ആ പെണ്ണിന്റെ ശരീരത്തെ മേൽ സുഖിക്കുക രക്ഷയ്ക്കെത്ത ആളിലൊട്ടിയ പെണ്ണ് ചെന്നത് ഇത്തമില്ല. ഈ ഒരു പണക്ക മാത്രമാണ് എല്ലാരടി. പക്ഷെ അള്ളാഹുടൊന്നും ജാഗ്രതാക്കണം ചെന്നപ്പ വ്യഭിചാരത്തിൽ തെച്ചവണോ എത്തിച്ച് ഓടിയാണ്ട. പിന്നെ അവൻ ആ വിഷയത്തില്ല. ഞാൻ മനസ്സിലാക്കട്ടെ, അവൻ എന്തിനാക്കിയില്ലെങ്കിലും കേൾക്കുക ആളില്ല, ഒരു സിസിയും ഇല്ല, ഒരു പോലീസും ഇല്ല, ആരും ഇല്ല. പക്ഷെ ഈ പേരങ്ങ് കേട്ടിയപ്പോണ്ട് തടിയങ്ങ് വരച്ചു പോയി. ഓൺ ആ വലിയ ഏറ്റവും വലിയ അക്ബറുൽക്കബാരായ തിന്മയിൽ നിന്ന് എത്തിപ്പോയാൻ ചൊന്നെങ്കിൽ ഒരു മനുഷ്യരെ ബദലാക്കരുത് അല്ലാഹുവിന്റെ ചിന്ത മാത്രമാണ്. ഇതല്ലാത്ത ഒന്നുകോ ഒരാളെയും ബദലാക്കോ സംഖ്യയില്ല. അതുകൊണ്ട് ആ ഒരു ഇൽമാണ്, അറിവാണ്, ആത്മീയമായ ബോധമാണ് ഞങ്ങളെ കൽബുക പറഞ്ഞായി. അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മോന്റെ സംഭവം ഞങ്ങൾക്ക് ചെന്നിട്ട്, ഫുളൈൽ ഇബ്നു ഇയാദ് ചെന്ന വലിയ വലിയാണ്, ഔലിയാ ജഗത്തിലെ ചക്രവർത്തിയാണ്. അയാളെ മോൻ വ്യാപാരാക്കണേക്കെത്ത ആൾ, കച്ചവടാക്കണേക്കെത്ത ആളാണ്. ഒരു നാൾ പോയി നോക്കുമ്പോ ഈ മോണും തിറാസുണ്ടല്ലേ, തൂക്കുള്ള തിറാസിൽ തോത്തി കൊണ്ടുണ്ടായിരുന്നു. രണ്ട് തട്ടിങ്ങനെ തോത്തു. അപ്പൊ എന്തി പിന്നെയും തോത്തിക്കൊണ്ടുള്ള, എപ്പോഴും തോത്തിക്കൊണ്ടിരിക്കുന്നത് തോത്തുന്ന സ്വറ. നീ എന്തിക്ക് തോത്തുന്ന കേൾക്കുമ്പോ അയാളെ മറുപടി, അയാൾ മുസ്ലിമീനത് തെരുളുള്ള പൊടി നാണ് തൂക്കി പോണത് തീറ, അതുകൊണ്ടാണ് ഞാൻ തോത്തിക്കൊണ്ടുള്ളത്. അർത്ഥം പൊടി വന്നിട്ട് ചിലപ്പോ ഇതെക്കുവല്ല, എത്ര തിന്നേക്കുവായിരുന്നു. ഓടെ എല്ലാത്തിനും കൃത്രിമങ്ങൾ നടക്കണമെങ്കിൽ ലോകത്താണ് ഇത് വായിച്ചുകൊണ്ടുള്ളത്. എത്ര തിന്നേക്കോ പൊടി, ആ പൊടി ഇത് വെച്ചിട്ട് അതിരമേലുള്ള അരി വെച്ചിട്ട് ഞാൻ തൂക്കിപ്പോയെങ്കിൽ ഞാൻ ആ മുസ്ലിമീങ്ങൾക്ക് വഞ്ചനാക്കിയ പോലെ ആവും. കാരണം ഈ പൊടി അടക്കം തൂക്കത്ത പൈസയാണ് ഞാൻ എടുത്തോണ്ടുള്ളത്, ഫുൾ അക്ക് ഞാൻ തൂക്കിക്കൊടുത്തിട്ടില്ല. ഇങ്ങനെ ആവണ്ട, ഇത് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹം ചെന്നപ്പോ ആ വാപ്പകായത്തെ കൊസിയത്ര കൊണ്ടുണ്ട, നീ കയ്യും കണക്കുമില്ലാത്ത ഒമ്പ്രാക്കിടതിനാട്ടി രണ്ട് ഹജ്ജാക്കിടതിനാട്ടി നക്ക് ഏറ്റവും ഇഷ്ടം എന്തിനു കൊണ്ടുണ്ട, ഇതാണ് നക്ക് ഏറ്റവും ഇഷ്ടം, നന്റെ കൊണ്ട് അഫ്ളലായത് ഇതാണ്. നീ 1000-100 ഉമ്രത്തും ആക്കിയിട്ട് കാര്യമില്ല, നീ ഈ പണിയാക്കിയില്ലല്ലേ. എനിക്ക് മക്കത്ത് പോകുന്നത് സൗഭാഗ്യമേ കിട്ടിയില്ലാണ്ട് പേരിക്കാം, മദീനത്ത് പോയതേ ഇല്ലാണ്ട് പേരിക്കാം. മദീന നിന്റെ വിട്ട വേണ്ട ഉറപ്പല്ലേ. മരിക്കിടയ്ക്കെത്ത സമയത്തിൽ മദീനത്ത് പോകാവാത്ത ആള് ഈ ചിന്ത ആളൊക്കെ ഉണ്ടായത്. ആ മദീന ഇയാളെ കബറിന്റെ മുട്ട കൊണ്ട് ഇയാളെ കബർ വെക്കുമ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കൈ പിടിച്ച് എടുത്തിട്ടുകൊണ്ട് കബറിൽ വെക്കരുത്. എന്നിട്ട് ആ നേതാവിടെ കാട്ടിട്ടാണ് മലക്ക് കേൾക്കണേ, മാ തഖൂലു ഫീ ഹാദർ റജുൽ, കൂടെ ഒരാൾ നിന്നിട്ടുണ്ടല്ലോ, ഇയാളെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? ഇയാളും ചൊന്നക്കാര് ഇത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇയാൾ മദീനത്ത് പോവാൻ നിൽക്കുന്നതിന്റെ പേരിൽ ബേജാറാവുകൊണ്ടുണ്ട്. ഇയാൾ ഏതോ കണ്ടത്തിൽ സ്വറാക്കിടക്കേണ്ട ആളാണ്, അയാൾക്ക് ശമ്പളം 100ആണ്, അയാൾ എന്തും പോകും സാധ്യയില്ല, അയാൾ ഓഫറാക്കിടക്കേണ്ട ആളുമില്ല, ഇയാളെ കടത്തിയിട്ട് കാര്യമില്ല, എനിക്ക് എന്തും കിട്ടാതെ ആർക്കും ഭർത്താവാൻ രണ്ട് പൈസ ഉള്ളോണം വിചാരിച്ച പ്രിയപ്പെട്ട ഏതോ സാധുവല്ലേ ഏറ്റവും വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കണേ, നമ്മുടെ ബോധനക്കെത്ത ആളുകളുടെ സഹായം ചെയ്തു കൊടുക്കണേ. എന്നെ കാണുമ്പോ അവർക്ക് അന്ന് ആകാശഭൂമി ഉണ്ടാക്കോ, പിന്നെ അവള് നമ്പിക്കാറ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധുവാണ്, അവിടെ വില വെക്കുക ആരുമില്ല, അവിടെ ക്യാറാക്കുക ആരില്ല. അങ്ങനത്തെ സാധുവായ ആളാണെങ്കിലും നീ ഈ നല്ല മനുഷ്യനൊക്കെ യഥാർത്ഥത്തിലുള്ള വലിയ ഓണാണ്, 100 ഉമ്രല്ല. നല്ല ദൃഷ്ടിയിൽ അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്കൊന്നില്ല. 25 വർഷം ഞാൻ പഠിച്ചിട്ടും പഠിപ്പാട്ടിട്ടും നക്ക് കിട്ടിയ വിഷയം പ്രിയപ്പെട്ട സഹോദരന്മാരെ അർത്ഥമാണ്. അപ്പൊ ഊടെ ഈ ചൊന്നെങ്കെട്ട സാധു മരിക്കുമ്പോ അവന്റെ കബറിന്റെ ഉൾക മദീന വണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേയല്ലേ തെറ്റോടിൽ വന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ചിന്തയാണ് മനുഷ്യന് വേണ്ടായ. നീ ഇത്ര ഹജ്ജാക്കിടതരാട്ടി ഉംറാക്കിടതരാട്ടി ഏറ്റവും അഫ്ളൽ അഹ്സൻ ഇതാണ്. ആധുനിക മനുഷ്യൻ ഇതിനെ മറന്നുപോയ ആധുനിക മനുഷ്യൻ നിസ്കരിക്കുക ഉഷാറാണ്, നോമ്പെടുക്കുക ഉഷാറാണ്, സക്കാത്ത് കൊടുക്കുക ഉഷാറാണ്, സദഖ കൊടുക്കുക ഉഷാറാണ്. പക്ഷെ അവന്റെ ലൈഫിൽ അവൻ ചണ്ടാക്കില്ല, അവന്റെ സ്വഭാവങ്ങൾ സമയില്ല.
അവൻ അക്രമമായ പണങ്ങൾ ഉണ്ടാക്കുക, അവൻ ദൈവത്തിന് അമീമത്ത് ചൊന്നോണ്ടേക്കുക. അത് റമദാനിലായിട്ടും ഞാൻ ചൊന്നോണ്ടേക്കുക, ഇന്നലെയും ചൊന്ന ഇന്നും ചൊല്ലുവാൻ പറഞ്ഞായിട്ടുള്ളത്. എനിക്ക് എന്താണ് വാല്യുള്ളത്? എനിക്ക് എന്താണ് അർത്ഥമുള്ളത്? അർത്ഥമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മനുഷ്യൻ ആത്മീയമായി നന്നാവാത്ത കാലത്തോളം അവൻ ഒരിക്കലും അള്ളാഹുവിനടുത്ത് ഇഷ്ടപ്പെട്ട ആളായി മാറില്ല. മനുഷ്യൻ എന്താണ് ഇഷ്ടം കേട്ടെങ്കിൽ അവൻ വിചാരിച്ച പോലെ ഞാൻ ആവണോ, അവന്റെ പോലെ ഞാൻ ആവണോ, അവന്റെ പോലെ ഞാൻ ദൈവത്ത് ചെല്ലണോ, അവന്റെ പോലെ ഞാൻ നമീമത്ത് ചെല്ലണോ, അവന്റെ പോലെ ഞാൻ തമ്മാടിത്തരങ്ങളാക്കണോ, അവന്റെ വിടക്കിൽ ഞാൻ കൂടിക്കൊടുത്തേണ്ട എങ്ങനെയാണ് ഇവിടെ വലിയ വമ്പാവിടെ ഞാൻ ചെന്നില്ലേ അറഫാ നാളിലും കാണുമ്പോൾ ഞാൻ അനുഭവിച്ചത് അല്ലിപ്പോ അനുഭവം മൊബൈൽ അങ്ങ് ബന്ധാക്കി വെച്ചിട്ട് സുബൈൽ വെച്ച് പോയി അതും ജിഹാദ് ചൊല്ലേക്ക്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജിഹാദ് എന്തിനെ കേട്ട് റമദാനിൽ കുറച്ച് സമയം മൊബൈൽ ബന്ധാക്കി വെക്കാം. എന്തിനാവിടും ചില ഫോൺ വിളിച്ച് ഞങ്ങൾ പറയുക, അങ്ങനെ അകത്യ ഞങ്ങളൊരാൾക്ക് വാക്ക് കൊടുത്തില്ലെങ്കിൽ അയാൾ ഫോണാക്കും. ഒരാൾക്ക് ഞാൻ പലക്ക് കൊടുത്തിട്ട് പേരിക്കാം, ഇത്ര ഗണ്ടൊക്കെ ഞാൻ പിടിക്കില്ല, അപ്പൊ ഞാൻ ഫോൺ ബന്ധാക്കി വെക്കോത്തില്ല. അത് തെറ്റാണ്. കാരണം അയാൾ വിളിച്ചിട്ട് കുടുങ്ങും. ഇതല്ല ഇവൻ ആ കാറൊട്ടിയ ബന്ധയില്ല, ഒരാൾക്കും ഞാൻ വർക്ക് കൊടുത്തിട്ടില്ല, എന്തില്ല, ഞാൻ ഫ്രീ ആണ്. അങ്ങനത്തെ നക്ക് ഒരു അമൽ ആക്കുവാനായിട്ട് മൊബൈൽ തന്നെ ബന്ധാക്കി വെച്ചെങ്കിൽ എന്താവും? എന്താവും? ജിഹാദ് ഉണ്ടാകുള്ളൂ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ജിഹാദ് പാലക്കാട് ഞങ്ങൾ എല്ലാം ആക്കണ ജിഹാദ് എന്നെ മൊബൈലിൽ തന്നെ ബന്ധാക്കി വെക്കണോ. ആ മൊബൈലിന്റെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഖുർആൻ വെച്ചെങ്കിൽ ഒരിക്കലും തന്നെ അത് ഉദവ് കൂട്ടുകയില്ല. അത്ര വലിയ ദജ്ജാലാണ്. ഏറ്റവും വലിയ ദജ്ജാൽ 2003 പടിഞ്ഞാറ് ഞങ്ങൾക്ക് ഇറക്കി തന്നെ കുറെ ദജ്ജാല് കാണിച്ചൊന്നതെല്ലാം ഞങ്ങൾക്ക് എഡിക്റ്റായി പോയില്ല. അത് സ്വീകരിക്കണ്ടേ ഞങ്ങൾക്ക് ആവശ്യമാണ്, പോകട്ടെ. പക്ഷെ അവിടെ പോരാട്ടാൻ ചൊല്ലത് അതാണ്, നഫ്സിലൊട്ടിയുള്ള പോരാട്ടമാണ്. രണാങ്കണത്തിൽ പോയിട്ട് യുദ്ധത്തിന് വേണമെങ്കിൽ റെഡിയാണ്. പക്ഷെ ഈ ജിഹാദ് ചിലപ്പോൾ ആവില്ല. ഇത് തടിയൊട്ടിയുള്ള പോരാട്ടമാണ്. വലിയ യുദ്ധം കഴിഞ്ഞിട്ട് ബർബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബരി. ചെറിയ ജിഹാദിലെ വലിയ ജിഹാദിന് വന്നോണ്ടുള്ളാണ്. ചെറിയ ജിഹാദിന്റെ എതിരെ ചെന്നേ യുദ്ധത്തിൽ പോയിട്ട് ഒരാൾമാർ മരിച്ചിട്ടാറ് ശരീരത്തിലുള്ള കായം. ആ യുദ്ധത്തെ ബർബാണ് ചെന്നോണ്ടുള്ള വലിയ ജിഹാദിന് നിങ്ങൾ പോയോണ്ടുള്ളാണ്. സഹാബത്തി അത്ഭുതം. ഇതിനായിട്ട് വലിയ ജിഹാദ് ചെയ്തോപ്പേ ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, അതിനായിട്ട് വലിയ ജിഹാദുണ്ട്. ജിഹാദുൻ നഫ്സ്, ഞങ്ങളെ തടിയൊട്ടിയാക്കണമെങ്കിൽ പോരാട്ടാണ്. പല ആൾമാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റമദാന്റെ തുടക്കത്തിലെ അതീതുണ്ടല്ലോ, ശൈത്താന്റെ കെട്ടിയിട്ട് എനിക്ക് ശൈത്താന്റെ കെട്ടിയിട്ട പോലെ തോന്നലായിട്ടോ അക്ക് തോന്നില്ല. ശൈത്താന്റെ കെട്ടിയിട്ടുണ്ട് അതീതിലേ ഉണ്ട്. ചങ്ങലയിട്ട് പിടിച്ചിട്ട് തിങ്കൾ ഫ്രീ. ആ ഓരോരുള്ള ആൾമാരൊട്ടി റമദാൻ ഭക്തല്ലേ ശൈത്താന്റെ കെട്ടിയിട്ട പോലെ തോന്നിത്താൻ എനിക്ക് ഇവിടെ ദീപത്ത് നടന്നുകൊണ്ടുണ്ടു, നവീമത്ത് നടന്നുകൊണ്ടുണ്ടു, ഉഷാറിന്റെ തെറ്റുകൾ നടന്നുകൊണ്ടുണ്ടു, എന്തെല്ലാം തെറ്റുകൾ ആറാമുകൾ നടന്നുകൊണ്ടുണ്ടു. റമദാൻ ബന്ധങ്ങൾക്ക് ശൈത്താന്റെ കെട്ടിയിട്ടുണ്ടല്ലേ ചൊന്നേ. കുറെ ആൾമാ നണ്ടൊട്ടിയും കൊച്ചൻ കേട്ടാറ് ശൈത്താൻ കെട്ടിയിട്ട് ഇതെല്ലാം നടക്കുമോ തീരല്ലേ? ഈ ചോദ്യത്തിന് ആൻസർ നിങ്ങളെ കണ്ടുപിടിച്ചവരും നാ പേരുണ്ടായെങ്കിൽ ഏതെങ്കിലും ഒരു നാൾ ഞങ്ങൾക്ക് അതിന് ആൻസർ വിശാലായിട്ട് അപ്പൊ എനിക്ക് ಗೊತ್ತಾവും യഥാർത്ഥത്തിലുള്ള ശത്രു ആരാരമായി ഞങ്ങൾ ഇട്ട് വെച്ചിട്ട് എല്ലാ ശൈത്താന്റെ തലക്ക് ഇട്ട് വെച്ച് ഞങ്ങൾ വലിയ മുമ്പായി തെച്ചോണ്ടോണ്. ശൈത്താന്റെ കെട്ടിയിട്ടെങ്കിലും കെട്ടിയാത്ത ഒന്നുണ്ടോ, അതാണ് ഏറ്റവും വലിയ ശത്രു പിടിച്ചത്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടുള്ളത്. അപ്പൊ ഇവിടെ ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിന് പോകാൻ ചെന്നപ്പോ സ്വഹാബത്ത് കേട്ടാൽ ഏതാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ജിഹാദ്? അപ്പൊ ചൊന്നത് ജിഹാദുൻ നഫ്സ്, നിങ്ങളെ തടിയൊട്ടിയാക്കണമെങ്കിൽ പോരാട്ടം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ജിഹാദ്. നല്ല തണുപ്പുള്ള സമയത്ത് സുബഹി നിസ്കാരത്തിന് എനിക്കുക അവിടെ ഉണ്ടായിരുന്നത് നല്ല തടിയൊട്ടിയാക്കണമെങ്കിൽ ജിഹാദാണ്. അപ്പൊ എനിക്കണ്ടായിട്ടാണ് തടി ചൊല്ലുന്നത്. ആ സമയത്തില്ല, നീ എന്തിനു ചൊന്നെങ്കിൽ തക്കിരിക്കണം. ശക്തമായി എന്തെല്ലാം ഭക്ഷണം കഴിക്കുമ്പോ എല്ലാം തിന്നുകൊണ്ടാണ് എന്റെ നഫ്സ് ചൊല്ലുന്നത്. പക്ഷെ ഒന്ന് ചെന്ന് തിന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുമല്ല. ഇത് തടിയൊട്ടിയാക്കണമെങ്കിൽ ജിഹാദാണ്. ഇങ്ങനെ എത്ര ജിഹാദും നഫ്സിലൊട്ടിയാക്കണമെങ്കിൽ ജിഹാദാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനത്തെ ജിഹാദാണ്, ശരീരത്തൊട്ടിയാക്കണമെങ്കിൽ ജിഹാദാണ് നമുക്ക് വഴിപാട്. ഞാൻ എനിക്ക് എന്തെങ്കിലും ചൊന്നു. ഇപ്പൊ ഞാൻ ചൊന്നത് ജിഹാദുൻ നഫ്സ്, ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിൽ നാം മടങ്ങി വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അപ്പൊ ഇങ്ങോട്ട് ഔണ്ട ശരീരത്തൊട്ടി ആക്കണമെങ്കിൽ ജിഹാദ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മനുഷ്യൻ അവൻ സ്വയം നന്നാവണോ, അവന്റെ മനസ്സ് നന്നാവണോ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിഷയം വന്നപ്പോഴാണ് നിങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് എന്തല്ല, ദുനിയാവല്ല. നിങ്ങൾ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലറും, 33 അൽഹംദുലില്ലാഹ് ചൊല്ലറും, 33 അല്ലാഹു അക്ബർ, 34 അല്ലാഹു അക്ബർ ചൊല്ലറും,
ഇതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഖാദിമരാട്ടി നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. ഇത് ഞാൻ ഇന്ന് പുതിയതായി കേൾക്കേണ്ടായത് മുന്നോട്ടാൻ കേൾക്കേണ്ടായത് ഒന്നോട്ട് കണ്ടിന്യൂ ആകും. ഇനി പുതിയതായി കേൾക്കേണ്ടായത് മരിക്കടത്തോളം ഞാൻ ഇത് പൊട്ടൂട്ടില്ലാൻ ചൊല്ലുമെന്ന് സാധ്യമാവും. മരിക്കടത്തോളം ഞാൻ പൊട്ടൂട്ടേ ഇല്ല. ഇന്ന് ഞാൻ മരിക്കടേണ്ടായെങ്കിൽ ഇന്നലെ ജാവ് അടക്കം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഈ ഗിഫ്റ്റ് ചൊന്നോട്ടേ വാങ്ങിയില്ലേ. അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, നസീബാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്, അതും കൂടി നമുക്ക് ചെല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമർ റഹീമീനായ റബ്ബേ, നാം പറഞ്ഞതും കേട്ടതും സാലിഹായ അമലാക്കണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. ഇന്നത്തെ അമൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ജല്ല ദിക്റുജന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ജല്ല ദിക്റുവക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊന്നത്. അത് സ്വർഗ്ഗത്തെ നിധിയാണ്. അത് 99 രോഗത്തിന് മറന്നുകൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. ടെൻഷൻ ബേജാറാണ് അതിന് ഏറ്റവും ചെറിയ രോഗം വരെ വഴിപാട്ടി. അപ്പൊ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 313 വട്ടം അല്ലെങ്കിൽ 113 വട്ടം ചെല്ലാം. അല്ലാഹുവിന്റെ ഒട്ടിയ ദുആക്ക അത് ഏറ്റവും വലിയ മറന്താണ്, ശക്തിയുള്ളത് നിക്ക് മാത്രം ചൊന്നിട്ടും അല്ലാഹുവിനെ മുന്നിൽ സമ്മതിക്കണമെങ്കിൽ നല്ല ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുക നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ സദസ്സ് നീ കബൂലാക്കണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന മുഴുവൻ മുഅ്മിനീങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. വലിയ ഇസ്സത്തും തൗഫീഖും സന്തോഷവും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ രഹസ്യവും പരസ്യവും നീ നന്നാക്കണം റഹ്മാനെ. ഉള്ളും പുറവും നീ ശുദ്ധിയാക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ. സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാം നിന്റെ ഉഖ്റവിയായ ദീനിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ പൂർത്തിയാക്കണം റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടിത്തരണം റഹ്മാനെ. ഹലാലായ സമ്പത്ത് നൽകണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ. അന്തസ്സ് നൽകണം റഹ്മാനെ. അഭിമാനമുള്ള ജീവിതം നൽകണം റഹ്മാനെ. ഫളീഹാത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരാളെ മുമ്പിലും ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനെ. പരാജയപ്പെടുത്തരുത് റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം റബ്ബാകുന്ന നീ തന്നെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ഹർക്കാത്ത് സക്കനാത്തുകളിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഞങ്ങളെ നോമ്പ് നീ കബൂലാക്കണം റഹ്മാൻ. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാൻ. ഞങ്ങളെ ഖൽബ് നീ വിശാലമാക്കണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ മുഴുവൻ തിന്മകളെ നീ പുറത്തു തരണം റഹ്മാൻ. സൽക്കർമ്മങ്ങൾ മാത്രം പരിഹരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാൻ. ഞങ്ങളെ മനസ്സ് നീ നന്നാക്കണം റഹ്മാൻ. മനസ്സിന്റെ മാരകമായ രോഗങ്ങളെ നീ ശിഫയാക്കണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ, റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على خير خلقه ونور عرشه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.